നമസ്കാരം. 127 ദിവസം ക്രിയാത്മകമായ ചില കാര്യങ്ങളുമായിട്ടാണ് സെയിലിംഗ് കമൻട്രി ആരംഭിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുക, പഠിപ്പിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയായിരുന്നു നമ്മൾ ഇത്രയും ദിവസം ചെയ്തിരുന്നതെങ്കിൽ ഇനി പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കാരണം 2024 വളരെ നിർണായകമാണ്. 2015 തുടങ്ങിയ ഒരു യാത്ര ഏകദേശം കരയ്ക്കെടുക്കാൻ സമയമായി, കപ്പലെടുക്കാൻ സമയമാകുന്നു. ഇനി നമ്മൾ ആ പദ്ധതിയുടെ പ്രയോജനം എങ്ങനെ നേടിയെടുക്കണം എന്നുള്ളതാണ്. വിമാക്ക് ഈ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷങ്ങൾ പിന്നിടുന്നു. ഒരു സ്വപ്നമായിട്ട് ജ്വലിപ്പിച്ച് സർക്കാരുകൾക്ക് മുമ്പേ തന്നെ ഇതിൻ്റെ പ്രായോഗികത, ഇതിൻ്റെ യാഥാർത്ഥ്യം, ഇതിൻ്റെ വിവിധ വശങ്ങൾ, ലോകവുമായിട്ടുള്ള താരതമ്യം, ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിക്കലായിരുന്നു ഇത്രയും കാലം വിമാക്ക് ചെയ്തിരുന്നത്. സർക്കാരുകളെ തിരുത്താനും ഒരു തിരുത്തൽ ശക്തിയായിട്ടും നിലകൊണ്ടിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇനി ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം, അതിനെവിടെയാണ് തുടക്കം കുറിക്കേണ്ടത്, എവിടെയാണ് ആരംഭിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടത്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമായി വിമാക്ക് ജനങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. താൽപ്പര്യമുള്ളവർ, പണം നിക്ഷേപിക്കുവാൻ ധൈര്യമുള്ളവർ, സ്വരുക്കൂട്ടിയ പണം നഷ്ടപ്പെടാതെ മെച്ചപ്പെട്ട നിലയിൽ അത് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്നവർ, ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലിരിക്കുന്നവർ, കേരളത്തിലിരിക്കുന്നവർ, എവിടെ ഇരിക്കുന്നവർക്ക് വേണമെങ്കിലും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം, വളർത്താം, വലുതാക്കാം. അതിനുള്ള എല്ലാ പിന്തുണയും, എല്ലാ സഹകരണവും, ബുദ്ധിപരമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുവാൻ വിമാക്ക് സന്നദ്ധമാണ്. സെയിലിംഗ് കമൻട്രി, ഡബിൾ ഡക്കർ ഒരു കൂട്ടായ്മയാണിതൊക്കെ. കേരളത്തെ ഇന്ത്യയിൽ ഒന്നാമത്തെ സംസ്ഥാനമാക്കുക, ഇന്ത്യയെ ലോകത്തിൽ ഒന്നാമത്തെ രാജ്യമാക്കുക. വിഴിഞ്ഞം പദ്ധതി ഇത് രണ്ടും സാധ്യമാക്കും. അതുകൊണ്ട് ഇന്നു മുതൽ പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടപ്പെട്ട പണം, ബുദ്ധിമുട്ടി സമ്പാദിച്ച പണം നഷ്ടപ്പെടാതെ വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന് എങ്ങനെ പ്രയോജനമുണ്ടാക്കാം? വലിയ കോടീശ്വരന്മാരാകാം എന്നൊന്നും തൽക്കാലം പറയുന്നില്ല, അതൊക്കെ സാധ്യമാണ്. പക്ഷേ പയ്യെ തിന്നാൽ പനയും തിന്നാം. ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരത്തിൽ വിമാക്ക് എപ്പോഴും ആമയുടെ പക്ഷത്തായിരുന്നു. അന്തിമ വിജയം ആമയ്ക്ക് തന്നെയായിരുന്നു. അതുപോലെ അന്തിമ വിജയം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കായിരിക്കും. അല്ലാതെ വളരെ നിസ്സാരമായി കാശുണ്ടാക്കി കളയാം, ലാഭമുണ്ടാക്കി കളയാം എന്നൊന്നും കരുതി കളയരുത്. അധ്വാനിക്കുക, മാനസികമായും ശാരീരികമായും അധ്വാനിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാം തരം പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അതിൻ്റെ പ്രയോജനം നേടിയെടുക്കുവാൻ നമുക്ക് ഒരുമിക്കാം. താല്പര്യമുള്ളവർ 9847124633 എന്ന നമ്പറിൽ ദയവ് ചെയ്ത് വിളിക്കരുത്, വാട്സാപ്പ് ചെയ്യുക. ദയവ് ചെയ്ത് വാട്സാപ്പ് ചെയ്യുക. ഇന്നലെ ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ വളരെ കൗതുകകരമായ, വളരെയധികം ഓർമ്മകൾ തിരതള്ളുന്ന ഒരു കപ്പലിനെ കാണാനിടയായി. MSC ഗുൽസൺ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അന്നത്തെ 2019 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായിരുന്ന, ഏറ്റവും വലിയ കപ്പലായിരുന്ന MSC ഗുൽസൺ 23,756 കണ്ടെയ്നർ കപ്പാസിറ്റി. അന്ന് അതായിരുന്നു, 2019 അതായിരുന്നു ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പൽ. 400 മീറ്റർ നീളം, 62 മീറ്റർ വീതി. എന്താണ് ഈ കപ്പലിന് ഇപ്പോൾ പെട്ടെന്ന് ഓർക്കാൻ കാരണം? ഒന്ന്, നമ്മുടെ മുമ്പിൽ കൂടി ഇന്നലെ കടന്നുപോയി. 2, ഈ കപ്പലിനെ നീറ്റിലിറക്കിയ സാഹചര്യത്തിൽ വിഴിഞ്ഞം പദ്ധതി 4 വർഷം പൂർത്തിയാവുകയായിരുന്നു. 2019 ഡിസംബർ മാസം 4-ാം തീയതിയാണ് കരാർ പ്രകാരം അദാനി ഗ്രൂപ്പ് പദ്ധതി പൂർത്തിയാക്കേണ്ടിയിരുന്നത്. 2015 ഡിസംബർ മാസം 5-ാം തീയതിയാണ് നിർമ്മാണം തുടങ്ങിയത്. അങ്ങനെ 4 വർഷം പൂർത്തിയാക്കേണ്ടിയിരുന്ന ദിവസമാണ് 2019 ഡിസംബർ 4. അതിനു മുമ്പ് 1000 ദിവസം എന്ന് പറയുന്ന മറ്റൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് പിന്നെ അതിനിടയ്ക്ക് അതങ്ങ് നടക്കാതെ പോയി. ഓഖിയും അതുപോലുള്ള വിഷയങ്ങളും വന്നിട്ട് അതങ്ങ് നടക്കാതെ പോയി. എന്നാലും കരാർ പ്രകാരമുള്ള ഈ ദിവസം 2019 ഡിസംബർ മാസം 4-ന് പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്നതുകൊണ്ട് അത് ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ, എങ്ങനെയാണ് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുൽസൺ എന്ന് പറയുന്ന കപ്പലിനെ, MSC ഗുൽസനെ വരവേൽക്കുന്ന
ഒരു പരിപാടി, നമ്മുടെ കടലിൽ കൂടി അത് കടന്നു പോകുന്ന സമയത്ത് അതിനെ ഓർമ്മപ്പെടുത്തുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇറങ്ങിയിട്ടും വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കിയില്ല എന്ന് പറയുന്ന തരത്തിൽ അന്നുവരെ ഇല്ലാതിരുന്ന ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, നമ്മൾ പല റിയാലിറ്റി ഷോകളും കാണുന്ന കൂട്ടത്തിൽ അന്നുവരെ ആർക്കും പരിചയമില്ലാതിരുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നുള്ള രീതിയിൽ കടലിൽ MSC ഗുൽസൺ ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനെ കരയിൽ കാണിക്കുന്ന ഒരു പ്രത്യേക ടെക്നോളജി വഴി നടപ്പാക്കി കാണിക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ധാരാളം പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒത്തിരി ചെറുപ്പക്കാർ അതിനുവേണ്ടി അധ്വാനിച്ചു. ദിവസങ്ങളോളം ക്യാമ്പയിൻ നടത്തി, കുറേ അധികം പണം ചെലവഴിച്ചു. അതിനൊരു സ്പോൺസർ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ അധികം സഹായകരമായി അത്. അങ്ങനെ അഹോയ് ഗുൽസൺ എന്ന് പറയുന്ന ഒരു പരിപാടി, അഹോയ് ഗുൽസൺ ഒരു ഉത്സവം പോലെ ആക്കി മാറ്റുന്ന ഒരു പരിപാടിയായിരുന്നു അന്ന് നടത്തിയത്. 2019 ഡിസംബർ മാസം 29-ാം തീയതിയാണ്. ഈ 4-ാം തീയതി ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ വന്നത് കാരണം, തീയതി മഴ അതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഡിസംബർ മാസം 29 മാറ്റി ശംഖുമുഖം തീരത്ത് വെച്ച് അഹോയ് ഗുൽസൺ എന്ന് പറയുന്ന ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഷോയിലൂടെ ലോകത്തിലിറങ്ങിയ ഏറ്റവും വലിയ കപ്പലിനെ, കണ്ടെയ്നർ കപ്പലിനെ നഗരവാസികൾക്ക്, കേരളീയർക്ക് പരിചയപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം അന്ന് നടത്തിയിരുന്നു. 2019 നിന്ന് വീണ്ടും 2024 നിൽക്കുകയാണ്. നമുക്ക് പദ്ധതി പൂർത്തിയാകാൻ നിൽക്കുമ്പോൾ ഇന്നലെ MSC ഗുൽസൺ ഇതിലെ കടന്നു പോയപ്പോൾ ആ ഒരു സമര രീതി, ആസ്വാദ്യകരമായ കൗതുകകരമായ ഒരു സമര രീതി ഓർത്തെടുക്കുവാൻ, പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുവാൻ, അഹോയ് ഗുൽസൺ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ സ്മരണ വീണ്ടും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ആ കപ്പലിൻ്റെ നമ്മുടെ മുന്നിലൂടെയുള്ള യാത്ര. ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ MSC ഗുൽസൺ ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട കടന്നു പോവുകയാണ്. പക്ഷേ കൊളംബോ പോർട്ടിലോ ഹമ്പൻടോട്ടയിലോ ഗുൽസൺ കയറിയിട്ടില്ല. ദുബായിലെയും അബുദാബിയിലെയും സൗദി അറേബ്യയിലെയും ഖലീഫ പോർട്ടും കിങ് അബ്ദുള്ള പോർട്ടിലുമൊക്കെ കയറിയ MSC ഗുൽസൺ പിന്നെ നേരെ പോകുന്നത് സിംഗപ്പൂരിലോട്ടാണ്. സിംഗപ്പൂർ കഴിഞ്ഞാൽ പിന്നെ യന്തിയാൻ, ഗ്യുങ്ഡോ, ചൈനയിലെ പോർട്ടുകളാണ്. ഒരു വലിയ അവഗണന ഈ യാത്ര നമുക്ക് തരുന്നുണ്ട്. ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്തെ അവഗണിച്ചുകൊണ്ട് MSC ഗുൽസൺ പോലുള്ളൊരു വമ്പൻ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയിലെ ഒരു പോർട്ടിലും പ്രവേശിക്കാതിരുന്നതിൻ്റെ പിന്നിലുള്ള ചതിയുടെ ചരിത്രമാണ് കഴിഞ്ഞ 30 വർഷത്തെ അന്വേഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. MSC ഗുൽസൺ ഒരു പക്ഷേ ഒരു 3 റൗണ്ട് ട്രിപ്പ് ഇങ്ങനെ തുടർന്ന് പോകുമായിരിക്കാം, ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ട്. 4-മത്തെയോ 5-മത്തെ ട്രിപ്പാകുമ്പോൾ MSC ഗുൽസന് വിഴിഞ്ഞത്ത് കയറാതിരിക്കാൻ നിവൃത്തിയുണ്ടാവില്ല. ആ സുദിനവും സെയിലിംഗ് കമൻ്ററി റിപ്പോർട്ട് ചെയ്യുവാൻ കാത്തിരിക്കുന്നുണ്ടാവും. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.